ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബേക്കറി സ്റ്റൈൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വയ്ക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അരിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രം മതി, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. 125 ml കപ്പാണ്. നെയ്യ് ഫ്രിഡ്ജിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഉപയോഗിക്കണം. പുറത്തെടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനൊന്നും പാടില്ല. നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ നെയ്യുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല വൈറ്റ് കളറായിട്ട് വരണം. നെയ്യും പഞ്ചസാരയും കൂടി ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കേക്കിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഓരോ മുട്ട വീതം ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ മുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ട കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ലോ സ്പീഡിൽ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ ഒക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1/3 കപ്പ് എന്ന് പറയുന്നത് 80 ml ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, കുറച്ച് പാൽ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഗീ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെയോ റൗണ്ട് ബേക്കിംഗ് ടിന്നോ സ്ക്വയർ ബേക്കിംഗ് ടിന്നോ അല്ലെങ്കിൽ ലോഫ് പാനോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടിന്നിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് 2-3 തവണ ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവനിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് ഇത് സോസ് പാനിൽ വെച്ചിട്ടും കുക്കറിൽ വെച്ചിട്ടും ഇഡ്ഡലിക്കൂട്ടത്തിൽ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല പെർഫെക്റ്റ് ഗീ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ ഒട്ടിച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് തണുത്ത് വന്നിട്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ.
കേക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ആ സോഫ്റ്റ് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഗീ കേക്ക് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇനി കഴിക്കാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഈ ഒരു കേക്ക് ഉണ്ടാക്കും. അത്രയ്ക്ക് സോഫ്റ്റ് ടേസ്റ്റിയും ആയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ ഒരു വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.